മലപ്പുറം അരീക്കോട് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ അപകടമുണ്ടായതിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. അനുമതിയില്ലാതെ കരിമരുന്ന് പ്രയോഗിച്ചതിനും പടക്കം പൊട്ടിച്ചതിനുമാണ് കേസ്. ശിവദാസ് കന്മനം ചേരുന്ന വിവരങ്ങളുമായി. ശിവദാസ്, ഇപ്പോൾ ഈ അപകടമുണ്ടായതിനു ശേഷം എന്തൊക്കെ നടപടിയെടുത്തു? സംഘാടകർക്കെതിരെ പ്രധാനമായും എന്തൊക്കെ അവിടെ ക്രമക്കേടുകൾ നടന്നു? വീണ, ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 7:30യോടെയാണ് ഇത്തരത്തിൽ മലപ്പുറം അരീക്കോട് തെരട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ അപകടം ഉണ്ടായത്. അതായത് ഈ ഫുട്ബോൾ മത്സരത്തിന് തൊട്ടു മുൻപ് ഇവിടെ വെടിമരുന്ന് പ്രയോഗം ഉണ്ടായിരുന്നു. ആ സമയത്ത് വെടിമരുന്ന് ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ആ ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് എത്തി ഏകദേശം 22ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ പരിക്ക് പക്ഷേ ഗുരുതരമല്ല. അവരെ പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് അവരെ വിട്ടയച്ചു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. സംഘാടകർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. അനുമതി ഇല്ലാതെ കരിമരുന്ന് പ്രയോഗിച്ചതിനും അതോടൊപ്പം തന്നെ പടക്കം പൊട്ടിച്ചതിനും ആണ് കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ ഇന്നലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അടക്കം ഉണ്ടായിരുന്നു. കാരണം അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ഒരു പടക്കം പൊട്ടിച്ചത് കാണികൾ നേരത്തെ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ കാണികൾ ഇരിക്കുന്ന ഈ ഭാഗത്തേക്ക് ഈ പടക്കങ്ങളെല്ലാം തന്നെ തെറിച്ചു വീഴുകയായിരുന്നു. ഇത് ബോധപൂർവം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു ബോധപൂർവം ഉണ്ടായ ഒരു അപകടം ആണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വ്യാപകമായ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കാരണം നിലവിൽ ഇതിനു മുൻപ് മറ്റ് നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനി സംഘാടകരെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്യും. അരീക്കോട് പോലീസാണ് ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുള്ളത്. ഈ സംഘാടകരെ ഈ സംഭവത്തിൽ വിളിച്ച് ചോദ്യം ചെയ്ത് അതിനുശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. വീണ. ഓക്കെ, ശരി ശിവദാസ്. പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അല്ലേ? അതെ, വലിയൊരു അപകടം ഉണ്ടാകാത്തത് ആരുടെയൊക്കെ ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.